പ്രഭാത പ്രാർത്ഥന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. പുറപ്പാട് 20-ാം അധ്യായം 24-ാം വാക്യം. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെയും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമായ അങ്ങയുടെ സന്നിധിയിൽ ഈ പ്രഭാതത്തിലും പ്രാർത്ഥനയോടെ ഞങ്ങൾ അണയുന്നു. തപസ്സിൻ്റെ പുണ്യവഴികളിലൂടെയും ജാഗരൂകതയോടെയും നയിക്കപ്പെടാനും ആത്മാവിൻ്റെ വസന്തകാലത്തിലേക്ക് ആഹ്ലാദപൂർവ്വം പ്രവേശിക്കുവാനും ഞങ്ങൾക്ക് അനുഗ്രഹമേകണമേ. ജീവിതയാത്രയിൽ പലപ്പോഴും ലക്ഷ്യങ്ങൾ മറന്നു പോകുന്നത് കൊണ്ടോ കഴിവുകൾ മനസ്സിലാക്കി പരിശ്രമിക്കാത്തത് കൊണ്ടോ അല്ല, ഞങ്ങളെ പരാജയപ്പെടുത്തുന്ന ദൗർബല്യങ്ങളെയും ബലഹീനതകളെയും തിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ ഞങ്ങൾ വിജയിക്കാൻ കഴിയാതെ പോകുന്നത്. എൻ്റെ ഈശോയെ, ക്ഷണികവും നിസാരവുമായ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് മിഴിവ് പകരുന്നത് അങ്ങാണ്. ഞങ്ങളുടെ ദൗർബല്യങ്ങളും ബലഹീനതകളും അങ്ങ് അറിയുന്നുവല്ലോ. അവയെല്ലാം പരിഹരിക്കാനും ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനും അങ്ങ് ഞങ്ങളെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. എന്തെന്നാൽ ബലഹീനതകളിലും തകർച്ചകളിലും എന്നും അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ പ്രത്യാശയും ഉറപ്പുള്ള സങ്കേതവും. മഹത്വമുള്ള മാർ യൗസപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മഹത്വമുള്ള മാർ യൗസപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മഹത്വമുള്ള മാർ യൗസപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. യേശു അവരോട് ഉപമകൾ വഴി സംസാരിക്കാൻ തുടങ്ങി. ഒരുവൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിനു ചുറ്റും വേലി കെട്ടി മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു. ഒരു ഗോപുരവും പണിതു. അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോയി. സമയമായപ്പോൾ മുന്തിരി ഫലങ്ങളിൽ നിന്ന് തൻ്റെ ഓഹരി ശേഖരിക്കാൻ അവൻ കൃഷിക്കാരുടെ അടുത്തേക്ക് ഭൃത്യനെ അയച്ചു. എന്നാൽ അവർ അവനെ പിടിച്ച് അടിക്കുകയും വെറും കൈയോടെ പറഞ്ഞയക്കുകയും ചെയ്തു. വീണ്ടും അവൻ മറ്റൊരു ഭൃത്യനെ അയച്ചു. അവർ അവനെ തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയും അപമാനിച്ചയക്കുകയും ചെയ്തു. അവൻ വീണ്ടും ഒരുവനെ അയച്ചു. അവനെ അവർ കൊന്നുകളഞ്ഞു. മറ്റു പലരെയും അയച്ചു. ചിലരെ അവർ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു. അവന് ഇനി ഒരുവൻ മാത്രം അവശേഷിച്ചു, തൻ്റെ പ്രിയപുത്രൻ. തൻ്റെ പുത്രനെ അവർ മാനിക്കും എന്ന് പറഞ്ഞ് അവസാനം അവനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നുകളയാം. അവകാശം നമ്മുടേതാകും. അവർ അവനെ പിടിച്ച് കൊന്ന് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞു. ഇനി മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ എന്തു ചെയ്യും? അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിച്ച് മുന്തിരിത്തോട്ടം വേറെ ആളുകളെ ഏൽപ്പിക്കും. ഈ വിശുദ്ധ ലിഖിതം നിങ്ങൾ വായിച്ചിട്ടില്ലേ? പണിക്കാർ ഉപേക്ഷിച്ച കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടിയിൽ ഇത് അത്ഭുതകരമായിരിക്കുന്നു. തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കി
അവർ അവനെ പിടിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ ജനക്കൂട്ടത്തെ അവർ ഭയപ്പെട്ടു. അതുകൊണ്ട് അവർ അവനെ വിട്ടുപോയി. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി.